ചെക്ക് പോയിന്റുകളിൽ ഹജ്ജ് രേഖകൾ പരിശോധിക്കാതെ ഒരു വാഹനവും കടത്തിവിടുന്നില്ല. തീർത്ഥാടകരെ കൊണ്ടുപോകാൻ അനുമതിയില്ലാത്ത 25,200-ലധികം വാഹനങ്ങളും പരിശോധനയിൽ പിടിക്കപ്പെട്ടു. ഹജ്ജ് നിയമങ്ങൾ ലംഘിച്ചതിന് 85 വാഹനങ്ങൾ പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ചരക്കിറക്കാനും മറ്റ് അത്യാവശ്യ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനുമായി ഹജ്ജ് വേളയിൽ മക്കയിൽ പ്രവേശിക്കുന്ന വാഹനങ്ങൾ ചരക്കിറക്കിയാലുടനെ തിരിച്ചുവരണമെന്ന വാഹനത്തിന്റെ ഡ്രൈവർമാർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പുണ്യനഗരികൾക്കിടയിൽ കാൽനടയായി യാത്ര ചെയ്യുന്ന തീർത്ഥാടകർക്ക് പ്രയാസം സൃഷ്ടിക്കുന്ന തരത്തിൽ വെള്ളത്തിന്റെയും ജ്യൂസ് തുടങ്ങിയ പാനീയങ്ങളുടെയും ഉപയോഗിച്ച ബോട്ടിലുകൾ വഴിയിൽ വലിച്ചെറിയുന്നത് തടയും. ചെക്ക് പോയിന്റുകളിൽ വാഹനങ്ങൾ പരിശോധിക്കുന്നതിന് അത്യാധുനിക സാങ്കേതിക വിദ്യകളാണ് ഉപയോഗിച്ചു വരുന്നതെന്ന് പോലീസ് മേധാവി മേജർ ജനറൽ അബ്ദുറഹിമാൻ അൽ മുഖ്ബിൽ പറഞ്ഞു. തിരക്ക് സമയങ്ങളിൽ നീണ്ട നേരത്തെ വാഹന പരിശോധന ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നത് തടയാൻ ഇതുമൂലം സാധിക്കും. കഴിഞ്ഞ വർഷം അനധികൃതമായി ഹജ്ജിന് മക്കയിലേക്ക് കടക്കാൻ ശ്രമിച്ച 4000-ഓളം വിദേശികളെ പരിശോധനകൾക്കിടയിൽ പോലീസ് പിടികൂടിയിരുന്നതായി അദ്ദേഹം പറഞ്ഞു. പിടികൂടിയവരെ 10 വർഷത്തെ വിലക്കോടെ നാടുകടത്തി. ഹജ്ജ് അനുമതി പത്രമില്ലാതെ തീർത്ഥാടകരെ മക്കയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ച് പിടിക്കപ്പെട്ട സ്വദേശി ഡ്രൈവർമാർക്ക് ജയിൽ ശിക്ഷ നൽകിയതായും അവരുടെ വാഹനം കണ്ടുകെട്ടിയതായും അൽ മുഖ്ബിൽ പറഞ്ഞു. മൂസക്കുട്ടി വെട്ടിക്കാട്ടിരി, മീഡിയ 1, ജിദ്ദ.